إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രിയപുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിച്ചുകൊണ്ട് ഒരിക്കൽ പറയുകയുണ്ടായി, ഒരിക്കൽ വസിയ്യത്ത് നൽകുകയുണ്ടായി. മാ യംനഉകി അൻ തസ്മഇ മാ ഊസീകി ബിഹി. മോളെ ഫാത്തിമ, ഞാൻ നിനക്ക് വസിയ്യത്ത് നൽകാൻ ഉദ്ദേശിക്കുന്ന കാര്യം അത് കേൾക്കുന്നതിൽ നിന്ന് നിനക്കെന്താണ് തടസ്സമുള്ളത്? അൻ തഖൂലി, നീ ഇപ്രകാരം പറയുക, ഇദാ അസ്ബഹതി വ ഇദാ അംസൈതി. നിനക്ക് പ്രഭാതമായാൽ അഥവാ നീ പ്രഭാതത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാലും പ്രദോഷത്തിൽ അഥവാ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാലും മോളെ നീ ഇപ്രകാരം പറയണം, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീഥു അസ്ലിഹ് ലീ ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. യാ ഹയ്യു യാ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ എല്ലാറ്റിനെയും നിലനിർത്തുന്നവനുമായ അല്ലാഹുവേ, ബിറഹ്മതിക അസ്തഗീഥു, നിന്റെ കാരുണ്യം മുഖേന ഞാൻ നിന്നോട് സഹായാർത്ഥന നടത്തുകയാണ്. അസ്ലിഹ് ലീ ശഅനി കുല്ലഹു, അല്ലാഹുവേ, നീ എൻ്റെ എല്ലാ കാര്യങ്ങളും നന്നാക്കി തരണമേ, നേരെയാക്കി തരണമേ. വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ, ഒരു കണ്ണിമ വിട്ടുന്ന സമയം പോലും എൻ്റെ കാര്യം അല്ലാഹുവേ നീ എന്നിൽ ഏൽപ്പിക്കരുതേ. സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മകൾക്ക് ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക് നൽകിയ ഈ മഹത്തായ ഉപദേശത്തിലടങ്ങുന്ന പ്രാർത്ഥന അത് രാവിലെയും വൈകുന്നേരവും നാം ചൊല്ലുന്ന ദിക്ർ ദുആകളിൽ നമുക്ക് കാണാം. എല്ലാ ദിവസവും
പ്രഭാതത്തിലും പ്രദോഷത്തിലും അഥവാ രാവിലെയും വൈകുന്നേരവും ഓരോ തവണ ചൊല്ലാൻ നാം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സഹോദരങ്ങളെ, എല്ലാ ദിവസവും ചൊല്ലുന്ന ഈ മഹത്തായ പ്രാർത്ഥനയുടെ ഉള്ളടക്കം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അഷ്റഫുൽ ഖൽഖാണ്, സൃഷ്ടികളിൽ ഏറ്റവും ഉത്കൃഷ്ടനാണ്, ഏറ്റവും സ്ഥാനമുള്ള വ്യക്തിത്വമാണ്. ആ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശം നൽകുന്നത്. ആർക്കാണ് ഈ ഉപദേശം നൽകുന്നത്? സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവായ അവിടുത്തെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഏറ്റവും വലിയ തങ്ങൾ, ഏറ്റവും വലിയ ബീവിക്ക് നൽകുന്ന ഒരു വസിയത്താണിത്. പ്രിയമുള്ളവരെ, ഈ പ്രാർത്ഥനയുടെ ഉള്ളടക്കം മഹത്തരമാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ കൽപ്പിക്കുകയാണ്, യാ ഹയ്യു യാ ഖയ്യൂം, ഹയ്യും ഖയ്യൂമുമായ അല്ലാഹുവേ എന്നാണ് അതിൻ്റെ അർത്ഥം. അൽ ഹയ്യ് അൽ ഖയ്യൂം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അത്യുത്തമമായ നാമങ്ങളിൽ വളരെ ശ്രേഷ്ഠകരമായ രണ്ടു നാമങ്ങളാണ്. ഈ നാമങ്ങളുടെ പ്രത്യേകത ചില ഹദീസുകളിൽ വന്നതുപോലെ ഈ നാമങ്ങൾ മുഖേന ആരെങ്കിലും അള്ളാഹുവിനോട് വിളിച്ചു പ്രാർത്ഥിച്ചാൽ അള്ളാഹു ഉത്തരം നൽകും എന്നതാണ്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ യാ ഹയ്യു യാ ഖയ്യൂം എന്നിവിടെ പരാമർശിച്ച ഈ രണ്ടു നാമങ്ങൾ ഒരുമിച്ച് 3 സ്ഥലങ്ങളിലാണ് വന്നിട്ടുള്ളത്. അൽ ഹയ്യ് അൽ ഖയ്യൂം എന്ന അള്ളാഹുവിൻ്റെ ഈ രണ്ടു നാമങ്ങളും ഒരുമിച്ച് വന്നത് 3 സ്ഥലങ്ങളിലാണ്. ഒന്നാമത്തേത് ആയത്തുൽ കുർസിയിലാണ്. രണ്ടാമത്തേത് സൂറത്തു ആലി ഇമ്രാനിൻ്റെ തുടക്കത്തിലാണ്. മൂന്നാമത്തേത് സൂറത്തു ത്വാഹയിലെ 111-ാമത്തെ ആയത്തിലാണ്. ഇങ്ങനെ 3 തവണ 3 സ്ഥലങ്ങളിലാണ് ഈ 2 നാമങ്ങളും അള്ളാഹു ഒരുമിച്ച് ചേർത്തു പറഞ്ഞത്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മറ്റെല്ലാ നാമങ്ങളും ഈ 2 നാമങ്ങളിലേക്ക് മടങ്ങുന്നു എന്നും ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. കാരണം അൽ ഹയ്യ് എന്ന അള്ളാഹുവിൻ്റെ നാമം അറിയിക്കുന്നത് അള്ളാഹുവിൻ്റെ എന്നെന്നുമുള്ള ഹയാത്താണ്, അവൻ്റെ ജീവനാണ്. അതിന് തുടക്കമില്ല, അതിന് അന്ത്യമില്ല, അവസാനമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ ഹയ്യ് അല്ലദീ ലാ യമൂത്ത്, അവനെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അവൻ ഒരിക്കലും മരിക്കുകയില്ല. സഹോദരങ്ങളെ, അല്ലാഹു അല്ലാത്ത അവൻ്റെ സൃഷ്ടികളെല്ലാവരും മരിക്കും, മരണപ്പെടും, നശിക്കും. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ, മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ, പിന്നെ ഒരാൾക്കും അല്ലാഹു ശാശ്വതമായ ജീവിതം നൽകിയിട്ടില്ല. ഒരാളും മരിക്കാതെ ബാക്കിയാവുകയില്ല. ചില ആളുകൾ, ഷിർക്കിൻ്റെ ബിദ്അത്തിൻ്റെ ആളുകൾ ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറയാറുണ്ട്, അദ്ദേഹം മരിക്കാതെ ഇന്നും ഭൂമിയിൽ ജീവിക്കുന്നു എന്ന്. ഇല്ല പ്രിയമുള്ളവരെ, ഒരാളെയും അല്ലാഹു ബാക്കി വെച്ചിട്ടില്ല. എല്ലാവർക്കും മരണമെന്നത് അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്നെന്നും ജീവിക്കുക എന്നത്. അൽ ഹയ്യ് എന്ന നാമം, അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ, ഒരിക്കലും മരിക്കാത്തവനായ അല്ലാഹുവിൽ നിങ്ങൾ ഭരമേൽപ്പിക്കുക. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി കിടക്കുമ്പോൾ പറഞ്ഞ പ്രസിദ്ധമായ വാക്കുകളുണ്ട്. അവിടുന്ന് പറഞ്ഞു, മൻ കാന യഅ്ബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത. ആരെങ്കിലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആരാധിച്ചിരുന്നത് എങ്കിൽ ഇതാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിരിക്കുന്നു, മരണപ്പെട്ടിരിക്കുന്നു. വമൻ കാന യഅ്ബുദുല്ലാഹ്
ആരെങ്കിലും അള്ളാഹുവിനാണ് ആരാധിച്ചത് എങ്കിൽ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്, തീർച്ചയായും അള്ളാഹു അൽ ഹയ്യാണ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അവനൊരിക്കലും മരിച്ചു പോവുകയില്ല. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥനയിൽ നമുക്ക് ഇപ്രകാരം കാണാം: അൻതൽ ഹയ്യ്, അള്ളാഹുവേ നീയാണെന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, അല്ലദീ ലാ യമൂത്, ഒരിക്കലും മരിക്കാത്തവനായ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായവൻ അള്ളാഹുവേ നീ മാത്രമാണ്. വൽ ജിന്നു വൽ ഇൻസു യമൂതൂൻ, അള്ളാഹുവേ ജിന്നുകളും മനുഷ്യരും മരിച്ചു പോകുന്നവരാകുന്നു. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അൽ ഹയ്യ് എന്ന നാമം മുഖേന അള്ളാഹുവിനെ വിളിക്കുകയാണ്, യാ ഹയ്യ്. പ്രിയമുള്ളവരെ, ഈ വിളി വിളിക്കുന്ന ഒരു അടിമ പിന്നെ മരണപ്പെട്ടവരിലേക്ക് എങ്ങനെ തിരിയാനാണ്? മരിച്ചുപോയ ഖബറാളികളുടെ അടുക്കലേക്ക് ചെന്ന് എനിക്കെൻ്റെ പ്രയാസം ഇറക്കി വെക്കണം, എനിക്ക് രോഗം മാറണം, എനിക്ക് കുട്ടികളെ നൽകണം, എൻ്റെ പ്രയാസങ്ങൾ നീങ്ങണം, എൻ്റെ കടബാധ്യതയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണമെന്ന് മരിച്ചവരോട്, മരണപ്പെട്ടവരോട്, ജാറങ്ങളിലുള്ളവരോട്, മഖ്ബറകളിലുള്ളവരോട്, ബിംബങ്ങളോട്, വിഗ്രഹങ്ങളോട്, കല്ലുകളോട്, മരങ്ങളോട് പ്രിയമുള്ളവരെ എങ്ങനെ പറയാൻ സാധിക്കും? കാരണം അല്ലാഹു അൽ ഹയ്യ് അല്ലദീ ലാ യമൂത്, അവനാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, അവനൊരിക്കലും മരിച്ചു പോവുകയില്ല. യാ ഖയ്യൂം, നാ വീണ്ടും വിളിക്കുന്നു, അൽ ഖയ്യൂമായ അള്ളാഹുവേ എന്നാണ് ആ വിളി. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പരിപൂർണമായ ഖുദ്റത്ത്, കഴിവറിയിക്കുന്ന നാമമാണത്. അഥവാ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് എല്ലാറ്റിനെയും നിയന്ത്രിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നവൻ. അവൻ സ്വയം നിലനിൽക്കാൻ കഴിവുള്ളവനാണ്, മറ്റെല്ലാറ്റിനെയും നിലനിർത്താൻ കഴിവുള്ളവനാണ്. അവനൊരാളുടെയും ആശ്രയം ആവശ്യമില്ല. അവനെ സ്വമതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ ഖദീറാണ്, എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് അറിയിക്കുന്നവൻ്റെ കഴിവുകൾ അറിയിക്കുന്ന അനേകം നാമങ്ങളുടെ ആശയം ഉൾക്കൊള്ളുന്ന നാമമാണ് പ്രിയമുള്ളവരെ അൽ ഖയ്യൂം എന്ന നാമം. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു, ഇന്നല്ലാഹ യുംസിക്കു സ്സമാവാതി വൽ അർള അൻ തസൂല, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ അതിൻ്റെ സ്ഥാനത്ത് നിന്ന് നീങ്ങിപ്പോകാതെ പിടിച്ചു നിർത്തിയിരിക്കുന്നു. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാണുന്ന ഒരു തൂണ് പോലുമില്ലാതെ വിശാല വിസ്തൃതമായി പരന്നു കിടക്കുന്ന ആകാശം, അതിനപ്പുറത്തേക്ക് 7 ആകാശങ്ങൾ, അതുപോലെ പരന്നു കിടക്കുന്ന ഭൂമി, അതിൻ്റെ താഴോട്ടേക്ക് 7 ഭൂമികൾ, അതിൻ്റെ സ്ഥാനത്ത് നിന്ന് തെറ്റാതെ നീങ്ങാതെ പിടിച്ചു നിർത്താൻ കഴിവുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. മറ്റൊരായത്തിൽ പറഞ്ഞു, വമിൻ ആയാതിഹി അൻ തഖൂമ അസ്സമാഉ വൽ അർളു ബിഅംരിഹി, ആകാശങ്ങളും ഭൂമിയും അവൻ്റെ കൽപ്പന പ്രകാരം നിയന്ത്രിക്കാൻ, നിലനിർത്താൻ കഴിവുള്ളവനാകുന്നു അല്ലാഹു എന്നത് അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. വിശുദ്ധ ഖുർആനിൽ അനേകം ആയത്തുകൾ ഈ ആശയത്തിൽ നമുക്ക് കാണാം പ്രിയമുള്ളവരെ. അതുകൊണ്ട് നോക്കൂ, അല്ലാഹുവിൻ്റെ വളരെ മഹത്തായ 2 നാമങ്ങൾ മുഖേന നാം അല്ലാഹുവിനെ വിളിക്കുകയാണ്, യാ ഹയ്യ് യാ ഖയ്യൂം. സഹോദരങ്ങളെ, ഈ 2 നാമങ്ങൾ മാത്രം വിശദീകരിച്ചാൽ തന്നെ എത്ര വിശദീകരിക്കാനുണ്ടെന്ന് നിങ്ങൾക്കറിയുമോ? ധാരാളം, ഒരുപാട് ആശയങ്ങൾ അടങ്ങിയിട്ടുള്ള മഹത്തായ 2 നാമങ്ങളാണിത്. ആ 2 നാമങ്ങൾ മുഖേന അള്ളാഹുവിനെ വിളിക്കുന്നു, റബ്ബേ, ഹയ്യും ഖയ്യൂമുമായ അള്ളാഹുവേ. സഹോദരങ്ങളെ, ഈ 2 നാമങ്ങൾ, അള്ളാഹുവിൻ്റെ ഇതുപോലെയുള്ള നാമങ്ങൾ, അത് മുഖേന അള്ളാഹുവിനോട് തവസ്സുൽ ചെയ്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ അത് പറഞ്ഞിട്ടുണ്ട്. അത് ശറഇൽ അനുവദിക്കപ്പെട്ട തവസ്സുലിൻ്റെ രൂപമാണ്. അള്ളാഹു പറഞ്ഞു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉഹു ബിഹാ, അള്ളാഹുവിനാകുന്ന ഏറ്റവും ഉത്തമമായ നാമങ്ങളുള്ളത്, അത് മുഖേന നിങ്ങൾ അവനെ വിളിച്ചു പ്രാർത്ഥിക്കുക. നമുക്ക് ഏതൊരു കാര്യമാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് ആ ആശയം അടങ്ങുന്ന നാമങ്ങൾ മുഖേന റബ്ബിനെ നമുക്ക് വിളിക്കാം. ഈ 2 നാമങ്ങൾ എന്തിനാണ് വിളിച്ചത് എന്ന് ശേഷമുള്ള ആശയങ്ങൾ വിശദീകരിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. സഹോദരങ്ങളെ, തൗബ
പശ്ചാത്താപമാണോ ആഗ്രഹിക്കുന്നത്, യാ ഗഫാർ യാ ഗഫൂർ എന്ന് അള്ളാഹുവിനെ വിളിക്കാം. അള്ളാഹുവിൻ്റെ കാരുണ്യമാണോ നമുക്ക് വേണ്ടത്, യാ റഹ്മാൻ യാ റഹീം എന്ന് നമുക്ക് വിളിക്കാം. അങ്ങനെ അള്ളാഹുവിൻ്റെ നാമങ്ങൾ മുഖേന അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്നത് ഇസ്ലാമിലുള്ള തവസ്സുലിൻ്റെ ഇനമാണ്. സഹോദരങ്ങളെ, തവസ്സുൽ എന്നത് ഇസ്ലാമിലുള്ളതാണ്. ഇല്ലാത്ത ചില തവസ്സുലുകളുണ്ട്. ചില ആളുകൾ മരണപ്പെട്ടു പോയ ആളുകളെ മുൻനിർത്തിക്കൊണ്ട് തവസ്സുൽ ചെയ്യും. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ ഈ 2 നാമങ്ങൾ മുഖേന ഇതുപോലെ അനേകം ദിക്ർ ദുആകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു എന്നിരിക്കെ എന്തിനാണ് പ്രിയമുള്ളവരെ മരണപ്പെട്ടവരെ മുൻനിർത്തി തവസ്സുൽ ചെയ്യാൻ വെമ്പൽ കൊള്ളുന്നത്? എന്തിനാണ് അതിനുവേണ്ടി സംവാദങ്ങൾ, വാദപ്രതിവാദങ്ങൾ നടത്തുന്നത്? എന്തിനാണ് അതിനുവേണ്ടി തർക്കിക്കുന്നത്? ഇതാ വിളിച്ചോളൂ, യാ ഹയ്യ് യാ ഖയ്യൂം, ഹയ്യും ഖയ്യൂമുമായ അല്ലാഹുവേ, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ, എല്ലാറ്റിനെയും നിലനിർത്തുന്ന നിയന്ത്രിക്കുന്നവനായ അല്ലാഹുവേ എന്നാണ് വിളിക്കുന്നത്. എന്നിട്ട് സഹോദരങ്ങളെ, ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ബിറഹ്മതിക, അല്ലാഹുവേ നിന്റെ കാരുണ്യം മുഖേന. വീണ്ടും അല്ലാഹുവിൻ്റെ നാമത്തിൽ അടങ്ങിയിട്ടുള്ള വിശേഷണമായ റഹ്മത്ത് അത് മുൻനിർത്തിക്കൊണ്ട് അല്ലാഹുവിനോട് ചോദിക്കുകയാണ്. ഹയ്യും ഖയ്യൂമുമായ അല്ലാഹുവേ, നിന്റെ കാരുണ്യം മുഖേന അസ്തഗീഥു, ഞാൻ നിന്നോട് ഇസ്തിഗാസ ചെയ്യുന്നു. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ 2 നാമങ്ങൾ, അതുപോലെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് എന്ന വിശേഷണം, ഇത് മുൻനിർത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിരിക്കുന്നു. അസ്തഗീത്ത്, അള്ളാഹുവേ ഞാൻ നിന്നോട് ഇസ്തിഗാസ ചെയ്യുന്നു. എന്താണ് സഹോദരങ്ങളെ അൽ ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ? ത്വലബുൽ ഗൗസ്, സഹായം ആവശ്യപ്പെടുക എന്നുള്ളതാണ്. അഥവാ സാധാരണ ഒരു സഹായമല്ല. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ അത്യാസന്ന ഘട്ടത്തിലുള്ള സഹായതേട്ടത്തിനാണ് ആ വാക്ക് പ്രയോഗിക്കുക. സഹോദരങ്ങളെ, അള്ളാഹുവിനോട് ഞാനിതാ ഇസ്തിഗാസ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് ഇബാദത്താണ് എന്ന് വ്യക്തമാണ്. അൽ ഇസ്തിഗാസ എന്നത് ഇബാദത്തിൻ്റെ ഇനങ്ങളിൽപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള തേട്ടങ്ങളിൽ, പ്രാർത്ഥനകളിൽ ഉൾപ്പെടുന്ന കാര്യമാണ്, ദുആഇൻ്റെ പരിധിയിൽ വരുന്നതാണ് ഇസ്തിഗാസ എന്നത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ഇസ്തിഗാസ ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ് മകൾക്ക്. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ സഹോദരങ്ങളെ, നമ്മുടെ നാടുകളിൽ അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ ചെയ്യാൻ എന്തൊരു വെമ്പൽ കൊള്ളലാണ് ആളുകൾ. ഇസ്തിഗാസ അള്ളാഹു അല്ലാത്തവരോട് ചെയ്യാൻ വാദപ്രതിവാദങ്ങൾ നടത്തുകയാണ്, ഇല്ലാത്ത തെളിവുകൾ നിരത്തുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമോട് ഇസ്തിഗാസ ചെയ്യണം അവർക്ക്, ബദരീകളോട് ഇസ്തിഗാസ ചെയ്യണം അവർക്ക്, മുഹൈദ്ദീൻ ശൈഖിനോട് ഇസ്തിഗാസ ചെയ്യണം അവർക്ക്, മടവൂരടക്കമുള്ള വലിയാടെന്ന് പറയപ്പെടുന്ന ജാറങ്ങളിലുള്ള മക്ബറകളിലുള്ള ആളുകളോട് ഇസ്തിഗാസ ചെയ്യണം. ഇവിടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ തങ്ങൾ, ഏറ്റവും വലിയ ബീവിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അള്ളാഹുവിൻ്റെ 2 നാമങ്ങളും ഒരു വിശേഷണവും മുൻനിർത്തിക്കണ്ടു, മോളെ നീ അള്ളാഹുവിനോട് ഇസ്തിഗാസ ചെയ്യണം. സഹോദരങ്ങളെ, ഇസ്തിഗാസ റബ്ബിനോട് മാത്രമാണ്. അള്ളാഹുവിനോട് ചോദിക്കേണ്ട ഏതൊരു തേട്ടമുണ്ടോ അത് റബ്ബിനോടല്ലാതെ ഒരാളോടും തേടരുത്, ഒരാളോടും ചോദിക്കരുത്. മനുഷ്യരോട് അവരുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാൻ അത് അള്ളാഹു പഠിപ്പിച്ചതാണ്. വതആവനു അലൽ ബിർരി വത്തഖ്വ, പുണ്യത്തിലും തഖ്വയിലും നിങ്ങൾ പരസ്പരം സഹായിക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആളുകളോട് സഹായം ചോദിക്കുന്നത്. ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കുന്നതും, കടം ചോദിക്കുന്നതും, സഹായം ചെയ്തു തരാൻ ചോദിക്കുന്നതും ആ അടിസ്ഥാനത്തിലാണ്. ആ കാര്യമാണ് ചില ആളുകൾ മരണപ്പെട്ടവരോട് ദുആ ചെയ്യാനുള്ള തെളിവായി ഉദ്ധരിക്കാറുള്ളത്. പ്രിയമുള്ളവരെ, അള്ളാഹുവിനോട് ചോദിക്കേണ്ട ഏതൊരു തേട്ടവും പ്രാർത്ഥനയും ദുആവും റബ്ബിനോടല്ലാതെ ചോദിക്കരുത്. ഇതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിക്കുകയാണ്. എന്നിട്ടതാ ചോദിക്കുന്നു, അസ്ലിഹ് ലീ ശഅനി കുല്ലഹു, അള്ളാഹുവേ എൻ്റെ എല്ലാ കാര്യങ്ങളും നീ എനിക്ക് ശരിയാക്കി തരണേ. സഹോദരങ്ങളെ, ഇതിലെല്ലാം പെട്ടു, ഇതിലൊന്നും ഒഴിഞ്ഞു പോയിട്ടില്ല. വേറെ ചില ദുആഇൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു, ഇവിടെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവേ നീ എനിക്ക് ശരിയാക്കി തരണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീനിൻ്റെ
എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെട്ടു. ദീനിയായ എന്തൊക്കെ പോരായ്മകൾ എനിക്കുണ്ടോ റബ്ബേ, അതെല്ലാം നീ എനിക്ക് ശരിയാക്കി തരണേ. മതപരമായ ഇബാദത്തുകളുമായി ബന്ധപ്പെട്ട നിന്നോടുള്ള ബാധ്യതകളിൽ എൻ്റെ വീഴ്ചകൾ റബ്ബേ നീ എനിക്ക് ശരിയാക്കി തരണേ എന്നത് അതിൽ ഉൾപ്പെട്ടു. ദുനിയാവിൻ്റെ കാര്യം ഉൾപ്പെട്ടു. ദുനിയാവിലെ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, വീട്, പാർപ്പിടം, ജോലി, കുട്ടികൾ, എന്തൊക്കെ കാര്യങ്ങളുണ്ടോ എല്ലാം അതിൽ ഉൾപ്പെട്ടു എന്നാണ്. അതോടൊപ്പം ആഖിറത്തിൻ്റെ കാര്യം, മരണാനന്തരം ഖബർ മുതൽ അങ്ങോട്ട് പരലോകത്ത് നടക്കേണ്ടതായ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിലെല്ലാം അല്ലാഹുവേ എനിക്ക് നീ നന്മ നൽകണേ, അവിടെയുള്ള എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും നീ എന്നെ രക്ഷപ്പെടുത്തണേ. ഇങ്ങനെ സഹോദരങ്ങളെ, ദീനും ദുനിയാവും ആഖിറത്തും ശരിയാക്കി തരണേ എന്നാണ് റബ്ബിനോട് നാം ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഇസ്തിഗാഥ എന്ന പ്രയോഗം അവിടെ വന്നത്. അള്ളാഹുവിനോടല്ലാതെ പ്രിയമുള്ളവരെ നമ്മുടെ ദീനിൻ്റെ കാര്യം ചോദിക്കാൻ ആരാണുള്ളത്? നമ്മുടെ ദുനിയാവിൻ്റെ കാര്യം ചോദിക്കാൻ റബ്ബിനോടല്ലാതെ ആരോടാണ് പ്രിയമുള്ളവരെ നമ്മൾ ചോദിക്കുക? ആർക്കാണ് നൽകാൻ സാധിക്കുക? പരലോകത്തിൻ്റെ കാര്യം നമ്മെ രക്ഷപ്പെടുത്താൻ ഖബർ ശിക്ഷയിൽ നിന്ന്, പരലോകത്തെ മഹ്ശറിലെ നിർത്തത്തിൽ നിന്ന്, അതിൻ്റെ പുറത്തേക്ക് നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പ്രിയമുള്ളവരെ അല്ലാഹു അല്ലാതെ, ഹയ്യും ഖയ്യൂമുമായ റബ്ബല്ലാതെ ആരാണുള്ളത്? അതുകൊണ്ട് അല്ലാഹുവിനോട് എല്ലാ നന്മകൾക്കും വേണ്ടി ചോദിക്കുകയാണ്. അസ്ലിഹ് ലി ശഅനി കുല്ലഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ രൂപത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്കേവർക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മോളെ, നീ ഇപ്രകാരം പറയുക: യാ ഹയ്യ യാ ഖയ്യൂം, ഹയ്യും ഖയ്യൂമുമായ അല്ലാഹുവേ, ബിറഹ്മതിക അസ്തഗീസു, നിന്റെ കാരുണ്യം മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് സഹായാർത്ഥന നടത്തുന്നു. അസ്ലിഹ് ലീ ശഅനി കുല്ലഹു, നീ എൻ്റെ എല്ലാ കാര്യങ്ങളും നന്നാക്കി തരണമേ, നേരെയാക്കി തരണമേ. എന്നിട്ട് സഹോദരങ്ങളെ, അവിടുന്ന് പറയാൻ കൽപ്പിക്കുകയാണ്: വലാ തകിൽനി ഇലാ നഫ്സി ത്വർഫത ഐൻ. അല്ലാഹുവേ, ഒരു കണ്ണിമ വെട്ടുന്ന സമയം പോലും എൻ്റെ കാര്യങ്ങൾ നീ എന്നിലേക്ക് അർപ്പിക്കരുതേ, നീ എന്നിലേക്ക് മടക്കരുതേ. സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു കണ്ണിമ വെട്ടുന്ന സമയം നമ്മുടെ കാര്യം നമ്മിലേക്ക് ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ, മടക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മെ കൈയൊഴിയുക എന്നാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹുവേ, നീ എൻ്റെ എല്ലാ കാര്യങ്ങളും നന്നാക്കി തരണമേ. അഥവാ ദീനും ദുനിയാവും ആഖിറവും അള്ളാഹുവേ നീ എനിക്ക് നന്നാക്കി തരണമേ. ഒരു സെക്കൻഡ് പോലും, ഒരു കണ്ണിമ വെട്ടുന്ന സമയം പോലും നീ എന്നെ കൈയൊഴിയരുതേ റബ്ബേ എന്നാണ് ആ പ്രാർത്ഥനയുടെ പൊരുൾ, എന്നാണ് ആ പ്രാർത്ഥനയുടെ സാരം. സഹോദരങ്ങളെ, എത്ര മഹത്തായ ആശയസമ്പുഷ്ടമായ ദുആആണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഓരോ തവണ ദുആ ചെയ്യാൻ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട മകൾക്ക്. അത് നമുക്കെല്ലാവർക്കും ബാധകമാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സെക്കൻഡ് നമ്മെ കൈയൊഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൈ പിടിക്കാൻ, നമ്മെ രക്ഷപ്പെടുത്താൻ, നമ്മെ സഹായിക്കാൻ ഒരാളും തന്നെയില്ല. ത്വർഫത ഐൻ എന്ന് പറഞ്ഞാൽ കണ്ണ് ഒന്ന് പൂട്ടുന്ന, ഒന്ന് അടച്ചു തുറക്കുന്ന സമയമാണ്. സഹോദരങ്ങളെ, എത്രയാണ് ആ സമയം? ഒരു സമയമെന്ന് പറയാൻ പോലും ഇല്ലാത്ത ഒരു കാര്യമാണത്. കണ്ണിമ വെട്ടുന്ന സമയമെന്ന് പറയുമ്പോൾ ആ സമയം പോലും അല്ലാഹുവേ നീ എന്നെ കൈയൊഴിയരുതേ.
സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കൈയൊഴിഞ്ഞാൽ പിന്നെ നമ്മെ രക്ഷപ്പെടുത്താനോ സഹായിക്കാനോ ആരും തന്നെ ഇല്ല. അതുകൊണ്ട് ഹയ്യും ഖയ്യൂമുമായ അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് അവനോട് പ്രാർത്ഥിക്കുകയാണ്. റബ്ബേ, നിന്റെ കാരുണ്യം മുഖേന ഞാൻ ചോദിക്കുകയാണ്, നീ എൻ്റെ എല്ലാ കാര്യങ്ങളും നന്നാക്കി തരണമേ. നീ എൻ്റെ കാര്യങ്ങൾ എന്നിലേക്ക് ഒരു സെക്കൻഡ് പോലും, ഒരു കണ്ണിമ വെട്ടുന്ന സമയം പോലും മടക്കരുതേ, അഥവാ നീ എന്നെ കൈയൊഴിയരുതേ. പ്രിയമുള്ളവരെ, മഹത്തായ പ്രാർത്ഥനയാണിത്, മഹത്തായ ഉപദേശമാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മകൾക്ക് നൽകിയ ഉപദേശമാണിത്. അതുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ആശയം അതറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ദുആ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം സഹോദരങ്ങളെ, അതിൻ്റെ താല്പര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അല്ലാഹു അൽ ഹയ്യാണ് അൽ ഖയ്യൂമാണെന്ന് വിശ്വസിക്കുന്ന നാം പിന്നീട് അല്ലാഹു അല്ലാത്ത, മരിച്ചുപോയ, ഒന്നിനും കഴിവില്ലാത്ത സൃഷ്ടികളുടെ അരികിലേക്ക് നമ്മുടെ ആവശ്യങ്ങളുമായി ചെല്ലരുത്. നമ്മൾ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുക, അല്ലാഹു ശറഅാക്കിയ കാര്യങ്ങൾ പ്രവർത്തിക്കുക. അതാണ് നാം കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. കാര്യങ്ങൾ തീരുമാനിക്കുന്നവൻ, നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്. നമ്മോട് പ്രവർത്തിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം അല്ലാഹുവിൽ ഭരമേൽപ്പിക്കാനും, ഹയ്യും ഖയ്യൂമുമായ അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചില ആളുകൾ പറയാറുണ്ട്, എൻ്റെ സ്വന്തം സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയും, അവനവൻ്റെ ഞാൻ എന്ന ഭാവം ഈ പ്രാർത്ഥനയിലൂടെ അതില്ലാതാക്കുകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു കാര്യമില്ല പ്രിയമുള്ളവരെ. ഞാൻ എന്ത് തീരുമാനിച്ചാലും, നിങ്ങൾ ഓരോരുത്തരും എന്ത് തീരുമാനിച്ചാലും നമുക്കുറപ്പുണ്ടായിട്ട് കാര്യമില്ല. അള്ളാഹു തീരുമാനിക്കണം, അള്ളാഹു നമ്മെ സഹായിക്കണം. അള്ളാഹു ഒരു കണ്ണിമ വെട്ടുന്ന സമയം നമ്മെ കൈയൊഴിഞ്ഞാൽ അതോടുകൂടി കഴിഞ്ഞു, അതോടുകൂടി അവസാനിച്ചു. അതുകൊണ്ടാണ് നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പഠിപ്പിച്ചത്. റബ്ബേ, നീ എല്ലാ കാര്യങ്ങളും എനിക്ക് നേരെയാക്കി തരണേ. എനിക്ക് എന്തുണ്ടായിട്ടും കാര്യമില്ല, സമ്പത്തുണ്ടായിട്ട്, ആരോഗ്യമുണ്ടായിട്ട്, ശരീരമുണ്ടായിട്ട്, സന്താന സൗഭാഗ്യമുണ്ടായിട്ട്, വലിയ വലിയ ബംഗ്ലാവും മാളികകളും കൊട്ടാരങ്ങളും അധികാരവും ഉണ്ടായിട്ടും കാര്യമില്ല. അല്ലാഹുവാണ് അൽ ഹയ്യ് അൽ ഖയ്യൂം. അവനാണ് നിലനിർത്തുന്നവനും നിയന്ത്രിക്കുന്നവനും. അവൻ കൈയൊഴിഞ്ഞാൽ ഒരു സെക്കൻഡ്, നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കണ്ണിമ വെട്ടുന്ന സമയമെന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവർ എത്രയാണ്. അതുപോലും അല്ലാഹുവേ നീ കൈയൊഴിയല്ലേ എന്നാണ് പറഞ്ഞത്. ആ സമയം പോലും നീ ഞങ്ങളെ കൈയൊഴിയല്ലേ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ അല്ലാഹുവിൽ അടിയുറച്ച തവക്കുൽ നമുക്കുണ്ടായിരിക്കണം. അല്ലാഹുവിനോടല്ലാതെ നമുക്ക് ചോദിക്കാനോ ആവലാതി പറയാനോ നമ്മുടെ പ്രയാസങ്ങൾ നീക്കിത്തരാൻ ആവശ്യപ്പെടാനോ ഇല്ല പ്രിയമുള്ളവരെ, വേറൊരാളുമില്ല. ഒരുപാട് ആശയങ്ങൾ അടങ്ങിയിട്ടുള്ള മഹത്തായ ഒരു ദുആ ആണിത്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് പഠിപ്പിച്ചു നൽകിയിട്ടുള്ളത്, അവിടുത്തെ മകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിലൂടെ. സഹോദരങ്ങളെ, ഈ ഹദീസിനെ വിശദീകരിക്കവേ ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഓരോ രക്ഷിതാവും തങ്ങളുടെ മക്കൾക്ക് ഇത്തരം ദിക്ർ ദുആകൾ പഠിപ്പിച്ചു കൊടുക്കണം, വസിയ്യത്തായി പഠിപ്പിച്ചു കൊടുക്കണം. കാരണം ഈ ദുആ നോക്കൂ നിങ്ങൾ, ഇതിലെല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ടു. എല്ലാ നന്മകളും അള്ളാഹുവിനോട് ചോദിച്ചു കഴിഞ്ഞു, അള്ളാഹുവിലേക്ക് ഭരമേൽപ്പിച്ചു കഴിഞ്ഞു. വേറൊന്നും ഇനി ബാക്കിയില്ലാത്ത രൂപത്തിൽ ആശയ സമ്പുഷ്ടമാണ് ആ ദുആ. അത് നമ്മുടെ മക്കൾക്ക് നാം പഠിപ്പിച്ചു കൊടുത്താൽ അവരുടെ ഇഹപര നന്മകൾക്കത് മതിയായതാണ്. ഒരുപാട് കാര്യങ്ങൾ, ഭൗതികമായ കാര്യങ്ങൾ ചെയ്തിട്ട് അവരെ ഉപദേശിക്കുന്നതിനേക്കാൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ, വാക്കുകൾ കുറച്ചേ ഉള്ളൂ, പക്ഷെ അതുകൊണ്ടുണ്ടാകുന്ന അനന്തരഫലങ്ങൾ വളരെ വലുതായിരിക്കും. അള്ളാഹു എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഈ പ്രാർത്ഥന എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഓരോ തവണ നമ്മുടെ ദിക്റുകളുടെ ദുആകളുടെ കൂട്ടത്തിൽ ഉള്ളതാണ്. നമ്മുടെ ദിക്ർ ദുആകൾ പതിവാക്കാൻ നാം മറക്കരുത്. രാവിലെ ചൊല്ലേണ്ട ദിക്റുകളുണ്ട്, വൈകുന്നേരം ചൊല്ലേണ്ട ദിക്റുകളുണ്ട്. ഇത് പതിവാക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഇതുപോലെയുള്ള
മഹത്തായ ആശയങ്ങൾ അടങ്ങിയിട്ടുള്ള ദിക്ർ ദുആകളാണ് അതിലെല്ലാം ഉള്ളത്. അള്ളാഹു നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മരണം വരെ അവൻ്റെ ദീനിൽ ഉറച്ചു നിൽക്കാൻ നമ്മെ സഹായിക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ മുസ്ലിമായി മുഅ്മിനായി ജീവിക്കാനും അതിലായി മരിക്കാനും നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ തെറ്റുകുറ്റങ്ങളും ന്യൂനതകളും കുറവുകളും പാപങ്ങളും തിന്മകളും വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക്, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ട ആളുകൾക്ക് അള്ളാഹു ശിഫാവും ആശ്വാസവും തുറവിയും നൽകുമാറാവട്ടെ. നമ്മുടെ പ്രാർത്ഥനകളിൽ അവരെ ഉൾപ്പെടുത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ നന്മകൾക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും കുഴപ്പങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات اللهم توفنا مسلمين وألحقنا بالصالحين اللهم يا مقلب القلوب ثبت قلوبنا على دينك ويا مصرف القلوب صرف قلوبنا على طاعتك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.